കോട്ടയം ഇരട്ടക്കൊല. ഇതര സംസ്ഥാന തൊഴിലാളി കസ്റ്റഡിയിൽ. ഫോൺ മോഷ്ടിച്ചതിന് പിരിച്ചുവിട്ടയാളെന്ന് സംശയം. കോട്ടയം തിരുവാതുക്കൽ ദമ്പതികളെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളി എന്ന് സംശയം. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് രാവിലെയാണ് സംഭവം. കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിനെയും ഭാര്യ മീരയുമാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 8:45 വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. സംഭവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് സ്വഭാവദൂഷ്യം കാരണം ഇതര സംസ്ഥാന തൊഴിലാളിയെ ജോലിയിൽ നിന്നും വിജയകുമാർ പിരിച്ചുവിട്ടിരുന്നു. ഫോൺ മോഷ്ടിച്ചതിനാണ് തൊഴിലാളിയെ വിജയകുമാർ പിരിച്ചുവിട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടില്ല. വ്യക്തിവൈരാഗ്യമാകാം കൊലപാതകത്തിന് കാരണമെന്ന് കോട്ടയം SP ഷാഗുൽ ഹമീദ് മാധ്യമങ്ങളോട് പറഞ്ഞു. വിജയകുമാറിൻ്റെയും മീരയുടെയും മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുണ്ട്. രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും പോലീസ് പറയുന്നു. വീടിൻ്റെ 2 മുറികളിലായി കണ്ടെത്തിയ മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നെന്നും പോലീസ് പറയുന്നു. വീടിനുള്ളിൽ നിന്ന് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വിജയകുമാറിൻ്റെ തലയിൽ അടിയേറ്റിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥം എന്ന ഓഡിറ്റോറിയത്തിന് പുറമെ മറ്റു ചില ബിസിനസ് സ്ഥാപനങ്ങളും വിജയകുമാറിൻ്റെ പേരിലുണ്ട്. വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം. വിജയകുമാറിൻ്റെ മകൻ്റെ മരണത്തിലും ദുരൂഹതയെന്ന് നാട്ടുകാർ പറയുന്നു. മകൻ അസ്വാഭാവിക രീതിയിൽ മരിച്ച വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന വിജയകുമാറിൻ്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ച് 2 മാസങ്ങൾക്കുള്ളിലാണ് അദ്ദേഹവും ഭാര്യയും കൊല്ലപ്പെട്ടത്. 8 വർഷം മുമ്പ് മകൻ കൊല്ലപ്പെട്ട വിഷയത്തിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എന്നാൽ 2 മാസങ്ങൾക്കുള്ളിൽ കുടുംബം തന്നെ കൊല്ലപ്പെട്ട ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരാൾ കസ്റ്റഡിയിലെന്നും സൂചന. 8 വർഷം മുമ്പ് വിജയകുമാറിൻ്റെ മകൻ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ കാറിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇറങ്ങി ഓടിയ വഴിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. അന്നത്തെ റിപ്പോർട്ട് വിജയകുമാറിൻ്റെ മകന് മുഖത്തും പെടലിയിലും സാരമായ പരുക്ക് അന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കോട്ടയത്തെ പ്രമുഖ ഒരു വ്യവസായിയാണ് വിജയകുമാർ. വിജയകുമാറിൻ്റെ ഭാര്യയുടെ മരണത്തിൽ കോട്ടയം നടുങ്ങിയിരിക്കുകയാണ്.